നമ്മൾ ടൈമർ ഇട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ടൈമർ വന്ന് തിരിച്ച് തിരിച്ചത് 10 മിനിറ്റ് 20 മിനിറ്റ് 45 മിനിറ്റ് വരെ ഉണ്ട്. 45 മിനിറ്റ് ഇടുവാണെങ്കിൽ കിട്ടും. ആ കടയിൽ തന്നെ കൊണ്ട് കൊടുത്താൽ മതി എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അകത്ത് ഒരു ചെറിയ പ്രസ്സായി കഴിഞ്ഞാൽ നല്ല ഓണാകും. വേറെ സംശയങ്ങൾ ഇതിപ്പം ഇതിന്റെ മോട്ടറിന്റെ വാറണ്ടിയും കാര്യങ്ങളും എത്ര? 5 വർഷം വാറണ്ടി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ പാനസോണിക്കിൻ്റെ ഒരു സൂപ്പർ വെറ്റ് ഗ്രൈൻഡർ വാങ്ങിച്ചിട്ടുണ്ട്. അടൂരിൽ നിന്നാണ് വാങ്ങിച്ചത്. അടൂർ അജ്മലിനാണ്, അജ്മൽ ബിസ്മി അവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഇതിനകത്തൊരു ഇതിൻ്റെ അളവാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എനിക്ക് എന്തൊക്കെയാണ് നോക്കാം. ഇതിൻ്റെ ക്യാപ്പ അടപ്പ്, പിന്നെ ഇതൊക്കെയോ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് കടക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം അടങ്ങുന്ന ചെറിയൊരു ബുക്കുണ്ട്. അതെല്ലാത്തിലും ഉണ്ട് തന്നെ. ഇത് ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് പാനസോണിക്കിൻ്റെ. ഇത് വാറണ്ടി കാർഡും എല്ലാം ഇതിനകത്തുണ്ട്. അതിൻ്റെ അടപ്പ്, ഇതതിൻ്റെ അടപ്പ്. ഇതിനകത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ചെറുതായിട്ട്. ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് ഇത് പാനസോണിക്കിൻ്റെ കമ്പനിയുടെയാണ്. MKSW210 ഇതാണ് ഇതിൻ്റെ മോഡല്. 5 വർഷത്തെ വാറണ്ടി ഉണ്ട്. ഇവിടെ ഒരു സേഫ്റ്റി വാൽവ് ഉണ്ട്. അത് നമ്മളിങ്ങനെ ആ ക്ലിപ്പ് അതിനകത്ത് വീഴണം, കണ്ടോ. പിന്നെ നമുക്കിത് തുറന്ന് എടുക്കാം. ഇതെടുത്ത് മാറ്റിയിട്ട് ആട്ടയൊക്കെ കുഴയ്ക്കാനായിട്ട് ആ കല്ല് മാറ്റിയിട്ട് അതിൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ആട്ടയൊക്കെ കുഴയ്ക്കാം. അതിനകത്തൊരു കപ്പുണ്ട്. ഈ കപ്പിനകത്ത് വെള്ളത്തിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട്. 1/4 ലിറ്റർ, 3/4, അര, കണ്ടോ. ഇത് നമുക്കിവിടെ ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് ഇവിടെ ഒരു ഹോളുണ്ട്, അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് 2 ലിറ്ററിൻ്റെയാണ് ഗ്രൈൻഡർ, 2 ലിറ്ററിൻ്റെയാണ്. പിന്നെ നമുക്ക് മസാല ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനരയ്ക്കാം, ഉഴുന്നുവട ഉണ്ടാക്കുന്നതിനരയ്ക്കാം, പരിപ്പ് വട ഉണ്ടാക്കുന്നതിനരയ്ക്കാം. നമുക്ക് പെട്ടെന്ന് പാചകത്തിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാനൊക്കും. വീട്ടമ്മമാർക്കൊക്കെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണിത്. എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും നിങ്ങളും വാങ്ങിച്ച് നോക്കണം എങ്ങനെയുണ്ടെന്നറിയാൻ. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു ക്ലിപ്പ് കണക്കൊരു സാധനം ഉണ്ട്. അത് നമ്മൾ ചിലപ്പോൾ ഇത് ടൈമർ ഓഫ് ആക്കാനോ അല്ലെങ്കിൽ ഇത് കുട്ടികൾ വന്നങ്ങനെ ഇത് തുറക്കാനൊക്കെ ശ്രമിക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് തന്നെ ഇത് ഓഫായി പോകും. 12,000 രൂപയുടെ സാധനമാണ് നമുക്ക് 8,000 രൂപയ്ക്കാണ് കിട്ടിയത്. ഈ കല്ല് ഈ പറയുന്ന കണക്ക് ഈ 2 സാധനമെന്ന് പറയുന്നത് അരിയും ഉഴുന്നും ഒക്കെ നമ്മൾ ആട്ടുമ്പോഴത്തേക്ക് അത് തിരിച്ചിങ്ങനെ ഇട്ട് കൊടുക്കും. ഈ കല്ലിന് തേയ്മാനമൊക്കെ സംഭവിക്കത്തില്ലേ, അപ്പോഴത്തേക്ക് ഇത് നമ്മൾ കൊണ്ട് കൊടുത്താൽ ഇതിൻ്റെ മോഡൽ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ കല്ല് തന്നെ കിട്ടും. ആ കടയിൽ തന്നെ കൊണ്ട് കൊടുത്താൽ മതി എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നോർമൽ ഓണോ സ്വിച്ചേ വരത്തുള്ളൂ. നമ്മൾ ടൈമർ ഇട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ടൈമർ വന്ന് തിരിച്ചത് 10 മിനിറ്റ് 20 മിനിറ്റ് 45 മിനിറ്റ് വരെ ഉണ്ട്. 45 മിനിറ്റ് ഇടുവാണെങ്കിൽ ഓട്ടോമാറ്റിക് 45 മിനിറ്റ് നമ്മൾ വെച്ചിട്ട് പോയാൽ മതി. ഇപ്പം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതെന്ന് വെച്ചോ, അപ്പോൾ സമയത്ത് നമുക്കറിയാം ഇത്ര ടൈമിലാകുമ്പം അറിഞ്ഞ് തീരുമെന്നുള്ളത്. അപ്പോൾ 25 ഇട്ട് വെച്ചിരുന്നാൽ മതി. 25 ഇടുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും. മറ്റേ റിസ്ക് ഒന്നുമില്ല. മറ്റേ ആകുമ്പോൾ ഓൺ ഓഫ് ചെയ്താൽ കൂടുതൽ നിൽക്കണം, അറിയാൻ തീരുന്നത്. മനസ്സിലായി. നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ കൂട്ട് തന്നെ തന്നെ തീർന്നുള്ളൂ. പിന്നെ ലോക്ക് സിസ്റ്റം വരുന്നുണ്ട്. ഇവിടെ ലോക്കുണ്ട്. മാറ്റി കഴിഞ്ഞിട്ട് ഇത് ലോക്ക് ഇത് അടപ്പിട്ടിട്ട് ഇതിൽ ടച്ചായ മാത്രമേ ഓൺ ആവത്തുള്ളൂ. അത് ഓട്ടോമാറ്റിക് വീഴുന്നത്. ഇത് ഈ കല്ല് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സംഭവം ഇത് തിരിക്കുമ്പോൾ പ്രസ്സാവും. ഇത് കണ്ടോ അകത്ത് ഒരു ചെറിയ പ്രസ്സായി കഴിഞ്ഞാൽ നല്ല ഓണാകും. വേറെ സംശയങ്ങൾ ഇതിപ്പം ഈ അരിക്കുന്ന മാത്രമേ ഉള്ളൂ, കുഴയ്ക്കാനുള്ള അങ്ങനെ മാവ് കുഴയ്ക്കുന്നതുണ്ട്. അതിന് വേറെ എന്താണ്? ഇത് മാറ്റിയിട്ടിരുന്നാൽ ആ കല്ല് മാറ്റിയിട്ട് ഇതിട്ടിരുന്നാൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, ആട്ട ഇടുക എന്താണെന്ന് വെച്ചാൽ മാവ് കുഴയ്ക്കും. പിന്നെ ഇതിന് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. തുറക്കാതെ തന്നെ. പിന്നെ അതിൻ്റെ സൈഡിൽ ഈ ഒരു സംഭവം ഉണ്ട്. മാവ് കറങ്ങുന്നതിനനുസരിച്ച് മാവ് ഇങ്ങനെ തട്ടി കറക്റ്റായിട്ട് വീണുള്ളൂ സൈഡിൽ. ഇത് വേണ്ട. മനസ്സിലായി. ഇനി ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, പക്ഷേ ഈ കല്ലൊക്കെ എത്ര നാൾ ഉപയോഗിക്കും? എത്ര കാലം കിടക്കും? 3 വർഷമെങ്കിലും കൂടും. 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ എനിക്കിപ്പോൾ 3 വർഷം കഴിഞ്ഞത് പോയി, അല്ലെങ്കിൽ കല്ല് തേഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേറെ കല്ല് വാങ്ങിക്കാൻ കിട്ടും. ഈ മോഡലിൽ തന്നെ ഈ മോഡലിൽ തന്നെ സർവീസ് സെൻ്ററിൽ നമുക്ക് കിട്ടും. അത് ഇവിടുന്നല്ല, നമ്മളല്ലാതെ ഓർഡർ ചെയ്യണം അല്ലേ?
നമ്മൾ ഷോപ്പിൽ പറഞ്ഞാൽ കിട്ടും. ഈ മോഡൽ കാണിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കല്ല് മാത്രം സർവീസിന്. ഇതിന്റെ മോട്ടറിന്റെ വാറണ്ടിയും കാര്യങ്ങളും 5 വർഷം വാറണ്ടി. എത്ര? 5 വർഷം. 5 വർഷം വാറണ്ടി. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതാരും. അടുത്ത വീഡിയോയുമായി വരുന്നതിലേക്കും ബൈ.